ഇതാ മലപ്പുറം തവനൂരിൽ പുതിയൊരു വിവാദം ഉയരുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി വിജയിപ്പിച്ചാൽ സൗജന്യ യാത്ര എന്ന ഓഫറുമായി മുസ്ലിം ലീഗ് നേതാവ് രംഗത്തെത്തുന്നു. UDF സ്ഥാനാർത്ഥി VS ജോയ്ക്ക് കൂടുതൽ ലീഡ് നൽകുന്ന മണ്ഡലം ബൂത്ത് കമ്മിറ്റികൾക്കാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജിയുടേതാണ് ഈ പ്രഖ്യാപനം. ചട്ടലംഘനമാണ് നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി KT ജലീൽ ആരോപിച്ചു. സംഭവത്തിൽ SP-യോട് റിപ്പോർട്ട് തേടിയതായി ജില്ലാ കളക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. അത് UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത് ഒരു റിട്ടേൺ ടിക്കറ്റ് പഞ്ചായത്തോട് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബൂത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യണം കേട്ടാ. തവനൂരിലെ UDF സ്ഥാനാർത്ഥി VS ജോയ്ക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന കമ്മിറ്റിക്കാണ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജി സമ്മാനം പ്രഖ്യാപിച്ചത്. തവനൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു CP ബാവ ഹാജിയുടെ പ്രഖ്യാപനം. ജോയ് വിജയിച്ചാൽ 15 ദിവസത്തെ വിദേശയാത്രയും ചിലവുമാണ് വാഗ്ദാനം. ബൂത്ത് കമ്മിറ്റികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ബാവ ഹാജി ആഹ്വാനം നൽകുന്നുണ്ട്. എന്നാൽ നടന്നത് ചട്ടലംഘനമെന്നാണ് LDF സ്ഥാനാർത്ഥി KT ജലീൽ പറയുന്നത്. അടച്ചിട്ട മുറിയിൽ പറഞ്ഞ കാര്യമല്ല, പൊതുയോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ ഇരുത്തി ഇക്കാര്യം പറഞ്ഞതെന്നും KT ജലീൽ. തെരഞ്ഞെടുപ്പിന്റെ ഒരു സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത് തന്നെ ചട്ടലംഘനമാണ്. അതിന് എന്താണോ ചെയ്യേണ്ടത് അത് ജില്ലാ കളക്ടറും ഭരണാധികാരിയുമാണ് എടുക്കേണ്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും ചട്ടലംഘനമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ വിനയ് ഗോയൽ. അത് എൻ്റെ ശ്രദ്ധയിൽ രാവിലെ വന്നു ഈ വിഷയം. ഞാൻ ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് സംസാരിച്ചു. സോ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഏതാണ് ഇതിൻ്റെ ആക്ഷൻ അത് നമുക്ക് എടുക്കാം. തവനൂരിൽ സ്ഥാനാർത്ഥിയാകാൻ പരിഗണിക്കപ്പെട്ട ആളായിരുന്നു CP ബാവ ഹാജി. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.